ലിവിങ് വ്ലോഗാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ദുബായിലെത്തിയിട്ട് ശരിക്കും 1 വീക്കായി. 6:30 ആകുമ്പോഴത്തേനും ഞാൻ എണീക്കാറുണ്ട് രാവിലെ. എന്നിട്ട് ഇവിടെ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനങ്ങ് കിടന്നുറങ്ങും. എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ മിക്ക ദിവസങ്ങളും ഞാൻ ചെറിയ ഡാൻസ് കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാറുണ്ട്. എന്തെങ്കിലും റീൽസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഡാൻസും കാര്യങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക ലൈറ്റായിട്ടുള്ള മൈൻഡിനും ബോഡിക്കും വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു യോഗ പോലെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഇപ്പം നല്ല ചൂട്. ഞാൻ ഇറങ്ങിയ ആ ഒരു ദിവസം എനിക്ക് 45 or 50 ഡിഗ്രി ആണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നല്ലനെ വിൻ്റർ സീസൺ ആയിട്ട് മാറും അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ സ്കിന്ന് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പോകുന്നുണ്ട്. വന്ന ഒരു 2 ദിവസം കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടാട്ടോ. പിന്നെ ഇപ്പം ഞാനിവിടെ പുതിയ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. നിവ്യേൻ്റെ എന്തോ ഫേസ് വാഷാണ്. ഡീപ്പ് ക്ലെൻസിങ് ഫോർ ഈവൻ സ്കിൻ ടോൺ. കുറച്ച് മതി. ഇത് നല്ല ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കിങ്ങനെ ഡീപ്പ് ക്ലെൻസിങ് ആണ് ഇഷ്ടം. മൈൽഡ് ക്ലെൻസർ എനിക്ക് അത്ര പിടിക്കാറില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ളത് നാട്ടിലത്തെ പോലെ തന്നെ എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഈ ഒരു ഹൈലറോണിക് ആസിഡ് മാത്രമേ മുഖത്ത് യൂസ് ചെയ്യാറുള്ളൂ. ഹൈലറോണിക് ആസിഡും പിന്നെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറും. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സൺസ്ക്രീൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സൺസ്ക്രീൻ ഞാൻ എപ്പോൾ വിചാരിക്കും മോർണിംഗിലും ഡേ ടൈമിലെല്ലാം സൺസ്ക്രീൻ ഇട്ട് നിൽക്കണമെന്ന്. പക്ഷെ എനിക്ക് ഒടുക്കത്തെ മടിയാണ് സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോൾ സ്കിൻ കെയർ ചെയ്തിട്ട് ഇറങ്ങും. അല്ലാണ്ട് ഞാൻ ഒന്നും തന്നെ ചെയ്യാറില്ല. എല്ലാം ഒരു റുട്ടീനായിട്ട് കൊണ്ടുവരണം ഗൈസ്. ഇനി നമുക്ക് എന്തെങ്കിലും ഞം ചെയ്യാം ഗൈസ്. ഭയങ്കര വിശപ്പ്. ഇപ്പം രാവിലെ ഭയങ്കര വിശപ്പാണ്. ഇവിടുത്തെ ഒരു ഡോർ ഡെലിവറി ആപ്പാണ് നൂൺ എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുനിന്ന് അപ്പോൾ ജിൻസി ചേച്ചി പോകുന്ന സമയത്ത് അതിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ദോശ ബാറ്ററി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിന്ന് ദോശയൊന്നും കഴിക്കാനുള്ള മൂടില്ല. ദോശ ബാറ്ററി ഉണ്ട്, പൊറോട്ട ഉണ്ട്. നമുക്കിതൊരു വെറൈറ്റിക്ക് പൊറോട്ട പിടിക്കാം. ഇത് ഹോം വീറ്റ് പൊറോട്ടയാട്ടോ. അപ്പം നമുക്ക് പൊറോട്ടയിൽ എഗ് റോൾ ചെയ്തിട്ടെടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് സംസാരിച്ചിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് എല്ലാം വരുന്നുണ്ട്. ഇതാരായിരിക്കും അമ്മ. അപ്പോൾ യൂഷ്വലി എൻ്റെ ഡേ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. നോർമലി എനിക്ക് ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും കുക്ക് ചെയ്യാനുണ്ടാകും. പിന്നെ കുറേ പേര് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, സാരി ഡ്രേപ്പിംഗ് വീഡിയോ എവിടെയൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അതിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്.
സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എനിക്ക് ആകെ ഒരു ലഗേജ് ബാഗ് മാത്രമേ, ഈ ഒരു ബാഗ് ഉണ്ടല്ലോ അത് മാത്രമേ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഒരു ഹാൻഡ് ബാഗ് കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ലാപ്ടോപ്പൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പം എന്താ പറയുക, എനിക്ക് അത്രയും എൻ്റെ സാധനങ്ങൾ വിചാരിച്ചത്ര ആ ബാഗിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ഇനിയും സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവരണം. അപ്പോൾ സാരിയും കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. എനിക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ഡ്രസ്സസ് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇടാൻ വേണ്ടി പറ്റാത്തത്. ഇനിയിപ്പം നാട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്, നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്, അവരോട് ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു സാരി ബ്ലൗസൊക്കെ തിരിച്ച് എനിക്ക് കൊടുത്തയക്കണം എന്നുള്ള രീതിയിൽ, എനിക്ക് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇവിടെ നിന്ന് എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് കാലം കൂടി വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ആ ഒരു വീഡിയോസിന് തന്ന ആ ഒരു ലവിനും സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കുന്നു എന്ന് ആലോചിക്കുമ്പം ആ കമൻറ്റ് കാണുമ്പോൾ ശരിക്കും എനിക്ക് സന്തോഷം മാത്രമല്ല, പക്ഷേ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇവിടുത്തെ കുറച്ച് വിശേഷമൊക്കെ കണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് സാരി ഡ്രേപ്പിംഗ് വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ സമയം 12:30 ആയി. ഞാൻ യൂഷ്വലി ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എൻ്റെ സമയം പോകുന്നത് കുക്കിങ്ങിലൂടെയാണ്. ഞാൻ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കും, അതായത് കറിയോ കാര്യങ്ങളോ എന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കും. അല്ലാണ്ട് എനിക്കൊന്നും മെയിൻ ഡിഷസ് ആയിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എനിക്ക് ദോശ ഇടാൻ അറിയില്ല, ചോറ് വെക്കാൻ അറിയില്ല. ചോറിപ്പം കുഴപ്പമില്ല, അന്ന് വെച്ചത് കൊണ്ട് ഞാനത് പഠിച്ചു. അപ്പം അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ കറിയും കാര്യങ്ങളൊക്കെ ആക്കാൻ അത്യാവശ്യം അറിയാം. അപ്പം ഞാൻ കറി എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും ഈവനിങ്. പിന്നെ ആ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാം സാലഡ് ആക്കാറുണ്ട്. ഇന്നലെ നമ്മൾ ബിരിയാണി ആക്കി. അപ്പം നൈറ്റിൽ എന്താണോ കഴിച്ചത് അതായിരിക്കും ഉച്ചക്കും കഴിക്കാനുണ്ടാവുക. മോസ്റ്റ് ഓഫ് ദി ടൈം അങ്ങനെയാണ് പ്രിഫർ ചെയ്യാറ്. അപ്പം ഡിന്നറാണ് നമ്മുടെ ലഞ്ച്. അപ്പം ഇന്ന് ബിരിയാണി ഉണ്ട് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഈവനിങ്ങിലേക്ക് നമുക്കൊന്ന് ഷോപ്പ് ചെയ്യാൻ പോവാം. ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റക്ക് ഇവിടെ നിന്ന് ഒന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഒരു വീഡിയോ എടുക്കാൻ കാരണം. അതും എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നമുക്ക് പോയി നോക്കാം. നല്ല രസം, നല്ല ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ. നമുക്ക് അവിടെ പോവാം. അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരാം. ഈവനിങ് നമുക്ക് ചെറിയ എന്തെങ്കിലും സ്നാക്സ് അവിടെ നിന്ന് കിട്ടുമോ നോക്കാം. ഇപ്പം 12:30 ആയി. ഞാനൊരു 1 മണി കഴിയുന്ന സമയത്ത്, ഇന്നലെയൊക്കെ 2 മണിക്കൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നാമത് ഒറ്റക്കായതിൻ്റെ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല, അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ കഴിക്കുമായിരിക്കും. നൈറ്റ് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഞാൻ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. 3 ചപ്പാത്തി. ഇന്നലെ റൈസ്, ഞാൻ ബിരിയാണി നോർമലി എടുക്കുന്ന എമൗണ്ടിനെക്കാട്ടും 1 സ്പൂൺ കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്നും അല്ല, എനിക്കൊന്നും ആൾക്കാരില്ലാത്തത് കൊണ്ടാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട്. നല്ല മണം വരുന്നുണ്ട്. റൈസ് ആക്കിയത് ജീൻസ് ചേച്ചിയാണ്, ഞാൻ മസാല ആക്കി. മസാലക്ക് ഒരു പൊടിക്ക് എരിവ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് തണുത്ത ഇവിടെ എടുത്തത്. ഞാൻ ഫുഡ് കഴിക്കുമ്പം എന്തെങ്കിലും ഒരു ഫിലിമോ എന്തെങ്കിലും വെച്ചിട്ടാണ് കഴിക്കാനും. നല്ല ഒറ്റക്കാകുമ്പോൾ ഒരു മാതിരിയല്ലേ, അതുകൊണ്ട്. ഞാനിപ്പോൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. പുറത്തെ വെയിലൊക്കെ ഒരുവിധം പോയി. ഈ ഒരു ടൈം നല്ല ടൈമാണെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിനൊരു ഭയങ്കര ഡാർക്ക്നെസ്. എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ കിടന്ന് അങ്ങനെ ഉറങ്ങി. ഇന്ന് മര്യാദയ്ക്ക് ഒരു ഉറക്കം കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ പണ്ടത്തെ റൂട്ടീനിൽ പോകുന്നതാണ് എനിക്ക് നല്ലത്. അപ്പോൾ നമുക്ക് പോവാം, ഡ്രസ്സ് ചെയ്യാം. ചൂടിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ, ചൂടുണ്ട്. ഞാൻ റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു മിനിമൽ മേക്കപ്പാണ് ചെയ്തത്. ലിപ്സ്റ്റിക്കും കുറച്ച് മസ്കാര, ഐ ഷാഡോ അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മുടി ഇങ്ങനെ ഹൈ ബണ്ണാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് പോവാം. മുടി ബണ്ണ് കെട്ടിയിട്ട് ക്യാമറയിൽ കാണാൻ കുഴപ്പമില്ല, പക്ഷെ നേരിട്ട് എനിക്ക് ഒരുമാതിരി
ഈ ഉടുപ്പിൻ്റെ ഒപ്പം എന്തോ ചേരാത്ത പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ബണ്ണ് നമുക്ക് മാറ്റി പിടിക്കാം, നമുക്കിത് കെട്ടാമെന്ന്. നമുക്ക് പോവാം. കം ലെറ്റ്സ് ഗോ. നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം നോക്കാം. എനിക്ക് ആക്ച്വലി ഹാങ്ങേഴ്സും ബാസ്ക്കറ്റും വേണമായിരുന്നു, പക്ഷെ ഇവിടെ കുറച്ചൊരു ഓവർ പ്രൈസ്ഡായിട്ട് പോയി തോന്നുന്നുണ്ട്. സോ എനിക്ക് തോന്നി ഞാൻ ഇന്നും വാങ്ങിക്കുന്നുണ്ടാവില്ല. വേറൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഞാൻ വേറെ കുളിച്ചു ഗൈസ്. ഇപ്പോഴാണ് കറക്റ്റ് കുറച്ചൊക്കെ ചൂടൊക്കെ നമുക്ക് മനസ്സിലായി, പക്ഷെ എന്നാലും ഇപ്പോൾ ബെയറബിൾ ചൂടാണ്. നമുക്കൊരു കോൾഡ് കോഫി ആക്കാം. ഓക്കെ. ഷാമ്പൂ, കണ്ടീഷണറും പിന്നെ ആ ചീറ്റോസും ഒരു ചെറിയ വേറെ കഴിക്കുന്ന ഒരു ക്രോസോൺ പോലത്തെ സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായത്. മെയിനായിട്ട് എനിക്ക് വേസ്റ്റ് പിന്നും ഹാങ്ങറും അത്യാവശ്യമായിരുന്നു, അതുപോലെ തന്നെ ഷാമ്പൂ കണ്ടീഷണറും അത്യാവശ്യമായിരുന്നു. അപ്പം അത് കിട്ടിയില്ല എനിക്കിന്ന് കുളിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനിപ്പം വീക്കിലി വൺസ് മാത്രമേ തല കഴുകാറുള്ളൂ, മേലെ എപ്പോഴും കഴുകും കേട്ടോ. അങ്ങനെ കുളിച്ചൊക്കെ വന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കുക്കർ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ, ഞാനിപ്പോൾ കുളിച്ച് വന്നിട്ട് വെള്ളമായി. ഇന്ന് ആക്ച്വലി തല കഴുകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എന്തായാലും ലേറ്റായി. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുളിക്കണ്ട, അതായത് ഈവനിങ് നേരത്തെ കുളിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ. ഞാനിപ്പം വീട്ടിലെത്താൻ തന്നെ ഒരു 6 മണി ആയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ കുക്കിങ്ങും കാര്യങ്ങളിലായിട്ട് ലേറ്റായി. ഇപ്പോൾ സമയം 10 മണിയായി, ഇവിടുത്തെ 10 മണിയായി. നമ്മളിനി ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഇന്ന് കുറച്ച് കുക്കിംഗ് അധികം ഉണ്ടായിരുന്നു, പിന്നെ ശിവേട്ടനെല്ലാം വരാൻ വേണ്ടി ലേറ്റായി. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന്. പിന്നെ എനിക്കങ്ങനെ വിശന്നില്ല, കോഫിയും അതൊക്കെ കഴിച്ചല്ലോ, അതുകൊണ്ട് വിശന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ മെല്ലനെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.